വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് വരാറുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് കണ്ടു എന്ന് കാണാനുണ്ട് എന്ന് വിചാരിക്കുന്നു. The picture below shows the number of children in a class who's got various grade in mathematics in the half yearly examination. അപ്പോൾ ഒരു ഹാഫ് ഇയർലി എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മാത്സിൽ കുറച്ച് മാർക്ക് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് ഈ ടേബിളിൽ നിന്ന് നമുക്ക് ഈ ഒരു ബാർ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. Okay, picture below the number of children in class who's got various grade in maths in the half yearly examination. അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ എ കിട്ടിയ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? യെസ്, 8 സ്റ്റുഡൻസ് ആണ് അല്ലേ? 8 സ്റ്റുഡൻസ് ആണുള്ളത്. അതുപോലെ ബി കിട്ടിയ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? യെസ്, 10 ആണ് അല്ലേ? അതുപോലെ സി കിട്ടിയ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? യെസ് 9 ആണ്. അതുപോലെ ഡി കിട്ടിയ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? യെസ്, 4നും 5നും ബിറ്റ്വീൻ ആയിട്ടാണ് നമുക്ക് കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓക്കെ അല്ലേ, 5 ആണ്. 5 ആയിരിക്കും എന്ന് പറയാം. ഇനി അതുപോലെ ഇ എന്ന് പറയണതും ഇതേപോലെ 1 ആയിരിക്കും അല്ലേ? 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു കണക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. നോക്കൂ, കംപ്ലീറ്റ് ദി ടേബിൾ യൂസിങ് ദി പിക്ചർ. സെയിം നമ്മൾ ചെയ്ത് കഴിഞ്ഞു, നമ്മൾ പറഞ്ഞും കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞില്ലേ? നോക്കൂ, എ ഗ്രേഡ് കിട്ടിയ എത്ര പേരുണ്ട്? നോക്കൂ, എ ഗ്രേഡ് കിട്ടിയ എത്ര പേരുണ്ട്? 8. അതും നമ്മൾക്ക് 8 എന്ന് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ ബി ഗ്രേഡ് കിട്ടിയ എത്ര പേരുണ്ട്? ബി എവിടെയേതാ? ബി ഗ്രേഡ് കിട്ടിയ എത്ര പേരുണ്ട്? 10 അല്ലേ? അപ്പൊ ഇത് 10. ശരി. ഇനി സി ഗ്രേഡ് കിട്ടിയ എത്ര പേരുണ്ട്? സി ഗ്രേഡ് എന്ന് പറയുമ്പോൾ 8നും 10നും ബിറ്റ്വീൻ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? 9. ഇത് കറക്റ്റ് 9 ആണ് കാണാണ്ട് അല്ലേ? കിട്ടി. അടുത്തത് സി ഗ്രേഡ് കഴിഞ്ഞു. ഇനി ഡി ഗ്രേഡ് കിട്ടിയ എത്ര പേരുണ്ട്? ഡി ഗ്രേഡ് നോക്കുമ്പോൾ 4നും 6നും ബിറ്റ്വീൻ ആണ്. അപ്പൊ അത് 5. ഇത് എന്താ ചെയ്ത 5 വരിക അല്ലേ? ഇനി അത് ഇ വരുന്നത് എന്ന് പറയുമ്പോൾ 0നും 2നും ബിറ്റ്വീൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 1 ആണ് എന്ന് പറയാം അല്ലേ? 1 അല്ലേ? 1 ആണ് കേട്ടാ. ഓക്കെ, 1 ആണ് വരിക. ക്വസ്റ്റ്യനിൽ കാണിക്കുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ കണ്ടുവോ? ഇതിന്റെ ആൻസർ ആണ് ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുള്ള അതിന്റെ ആൻസർ ആണ് ഇതിൽ കാണിക്കുന്നത്. കണ്ടോ? 10 എഴുതി, 5 എഴുതി, 1 എഴുതി. ഇത്ര എഴുതിയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടി? യെസ്, ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതിനും കൂടുതലായിട്ട് ചോദിക്കാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ അത് വളരെ ഈസിയാണ്. പിന്നെ അത് കൂടുതൽ ചോദിച്ചേക്കാം, ചിലപ്പോൾ ചോദിക്കും ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യനാണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളൂ, ആൻസറല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 3 മാർക്കൊക്കെ പ്രതീക്ഷിക്കാം. ഇനി വേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അല്ലെ? എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ബാർ ഗ്രാഫ്സ് ബിലോ റെപ്രസെന്റ് ദി ബുക്സ് റീഡ് ബൈ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 5. ക്ലാസ് 5ലെ കുറച്ച് കുട്ടികൾ എത്രയൊക്കെ ബുക്കുകൾ റീഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നോക്കാം അല്ലെ? എത്ര ബുക്കുകളാണ് അവർ റീഡ് ചെയ്തത്, അവർക്ക് റീഡിങ് ഹാബിറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഇപ്പൊ 5A നോക്കുമ്പോ എത്ര ബുക്ക് അവർ റീഡ് ചെയ്തിട്ടുണ്ട്? യെസ്, എത്ര ബുക്ക് റീഡ് ചെയ്തിട്ടുണ്ട്? 20 ആണ് അല്ലെ? 20 അല്ലേ? ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ മതി. ഇതിന്റെ മേലെ കൂടെ എന്ത് ചെയ്യാ? വരച്ചു വെക്കാം. അടുത്തത് 5B നോക്കുമ്പോ 15 ആണ് വരിക കേട്ടാ. 15 അല്ലേ? കണ്ടോ? 15 ആണ് കേട്ടാ. 10നും 20ക്കും ബിറ്റ്വീൻ ആയിട്ടാണ്. അപ്പോൾ 11, 12, 13, 14, 15 ആയിരിക്കും. ബിറ്റ്വീൻ വരുമ്പോൾ 15 അല്ലേ? ഓക്കെ, ഇവിടെ നിന്നും 5 ഒരു ഇന്റർവെൽ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 15 ആണ്. അപ്പൊ ഇത് 15 എന്ന് കിട്ടി. അടുത്ത് 5Cയിലെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ 30 ആണ് കാണാനുള്ളത്. 5D നോക്കുമ്പോൾ 40 ആണ് കേട്ടോ. കിട്ടിയോ? കിട്ടി. ഇനി ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ്, ഇനി ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. റീഡ് ലെസ് ബുക്ക്, കുറച്ച് ബുക്ക് ലെസ് ചെയ്തിട്ട് മീൻസ് ഒന്നും പറഞ്ഞുതരാം. ദ സ്റ്റുഡൻസ് ഓഫ് വിച്ച് ക്ലാസ് റീഡ് ലെസ് ബുക്ക്, കുറച്ച് ബുക്ക് റീഡ് ചെയ്തിട്ടുള്ള ഏത് ക്ലാസ് ആണ്? ഓക്കെ, കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് 5B ആണ് അല്ലേ? 5Bയിലെ കുട്ടികൾ എത്ര ബുക്കേ റീഡ് ചെയ്തിട്ടുള്ളൂ? 15 ബുക്സ് മാത്രമേ റീഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ 15നും കൂടുതലുള്ള റീഡ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ക്ലാസ്സുകളാണ് നമുക്ക് കാണാനുള്ളത് അല്ലേ?
ഇനി ദ ടോട്ടൽ ഹൗ മെനി ബുക്സ് റീഡ് ബൈ 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ഓൾ ടുഗദർ, എല്ലാം കൂടിയിട്ട് എത്ര ബുക്കുകളാണ് ഇവർ റീഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പൊ 5A 20 ബുക്ക് റീഡ് ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 5B എത്ര ബുക്ക് റീഡ് ചെയ്തിട്ടുണ്ട്? 15 ബുക്സ് റീഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 5C 30 ബുക്സ് റീഡ് ചെയ്തിട്ടുണ്ട്. 5D 40 ബുക്സ് റീഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ക്ലാസ്സിലും എത്ര ബുക്കുകൾ വെച്ചിട്ട് റീഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ എത്ര ബുക്ക് റീഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്താൽ മതി അല്ലെ. ടോട്ടൽ ഹൗ മെനി ബുക്സ് റീഡ് ബൈ 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ഓൾ ടുഗദർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 0 + 5 + 0 + 0 എന്ന് പറയുന്നത് 5 വന്നു. ഇനി ഇവിടെ റിമൈൻഡർ ഒന്നും വരുന്നില്ല. ഇനി അടുത്തത് 2 + 1 3 അല്ലേ. 3 + 3 എത്രയാണ്? 6. 6 + 4 എത്രയാണ്? 5. സോറി 6 + 4 എന്താണ്? 10. അപ്പൊ 10. ഓക്കെ, അപ്പൊ ആൻസർ എന്താ വരുന്നേ? ആൻസർ എന്താ വന്നേ? ടോട്ടൽ ചെയ്യുമ്പോ 105. ഇതേപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മള് ഈ ഡാറ്റ കണ്ടില്ലേ? ഈ ഡാറ്റ കണ്ടുവോ? ഈ ഡാറ്റയില് ജസ്റ്റ് നോക്കണേ. ഈ ഡാറ്റയില് ഏതൊക്കെ ക്ലാസ്സുകൾ ടുഗദർ നമുക്ക് ഒരുമിച്ച് ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 60 ബുക്ക് എന്നുള്ള രീതിയിൽ. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ വിച്ച് ഡിവിഷൻ സ്റ്റുഡൻസ് ടുഗദർ റീഡ് 60 ബുക്സ്. 2 ക്ലാസ്സുകൾ ജോയിൻ ചെയ്തു, എന്നിട്ട് ഒരു 60 ബുക്സ് റീഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ 2 ക്ലാസ് ജോയിൻ ചെയ്തിട്ടാണ് 60 ബുക്സ് എന്നുള്ള രീതിയിലേക്ക് മാറ്റുക? ഇപ്പൊ 5Aയും 5Bയും നോക്കുമ്പോൾ 20 + 15 എത്രയാ? 35 ആണ് അല്ലേ. അപ്പൊ നമുക്കത് പറ്റുമോ? പറ്റില്ല. 2 ക്ലാസ്സുകൾ ജോയിൻ ചെയ്തിട്ട് 60 ബുക്കുകൾ റീഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 5A 20 ആണ്. അതുപോലെ ഇനി 20 + 30 പറ്റില്ല, 50 ആവുള്ളൂ. 20 + 40 എത്രയാ? 60 ആവും. അപ്പൊ 20 + 40 ആണ് എന്ത്? 60. അപ്പൊ വിച്ച് ഡിവിഷൻ സ്റ്റുഡൻസ് ടുഗദർ റീഡ് 60 ബുക്സ്. അപ്പൊ 2 ക്ലാസ്സുകൾ നോക്കുമ്പോൾ അത് 2 പേരും ജോയിൻ ചെയ്തിട്ട് 60 ബുക്സ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ 5Aയും 5D ആണ്. അപ്പൊ 5A എന്ന് പറയുന്നത് 20 ആണ്, 5D എന്ന് പറയുന്നത് 40 ആണ്. 20 + 40 എത്രയാണ്? 60 ആണ് കേട്ടോ. അപ്പൊ 60 കിട്ടിയില്ലേ? വന്നു. ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യനിക്ക് പോവാണ്. തേർഡ് ക്വസ്റ്റ്യനിക്ക് നോക്കുമ്പോൾ ദ പോപ്പുലേഷൻ ഓഫ് വേരിയസ് ഡിസ്ട്രിക്ട് ഓഫ് അവർ സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു ദി 2011 സെൻസസ് ഈസ് ഗിവൻ ഇൻ ദ ടേബിൾ ബിലോ. അപ്പൊ ഇവിടെ 3 ഡിസ്ട്രിക്റ്റേ തന്നിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് എക്സാമിന് ഇങ്ങനെ ആവണം എന്ന് ഇല്ല കേട്ടാ. അപ്പോ ഏതൊക്കെയാണ് അത് നോക്കുമ്പോൾ വയനാട് കാണാനുണ്ട്, വയനാട് കാണുന്നുണ്ട് അല്ലെ. പിന്നെ അതുപോലെ മലപ്പുറം കാണാനുണ്ട്, അതുപോലെ തൃശ്ശൂരുണ്ട്. ഇത് എത്രയാണ്? എന്തത് റീഡ് ചെയ്തേ? എത്ര പോപ്പുലേഷൻ ഉണ്ട് എന്നാ പറയണേ? നോക്ക് എന്താണ് ഇതെങ്ങനെ റീഡ് ചെയ്യുക? 1s 10s 100 1000 10,000 lakhs. അപ്പൊ 8,17,420 ആണ് വയനാട്ടിലെ പോപ്പുലേഷൻ. ഇത് ലാക്സേ ഉള്ളൂ കേട്ടോ, ലാക്സ്. ഇതോ രണ്ടാമത്തെ ലാക്സ് ആണോ? അല്ല. 1s 10s 100 1000 10,000 lakhs 10 lakhs അല്ലെ. 10 lakhs ഒക്കെ കാണാനുണ്ട്, ശരിയല്ലേ? അപ്പൊ ഇത് 10 lakhs ആണ്. ഓക്കെ, 10 lakhs മാത്രമാണോ? 40 എബോ. അപ്പൊ 40 lakhs വരുന്നുണ്ട്. ഇവിടെയോ 30 lakhs ആണ്. അപ്പൊ ഏതായിരിക്കും അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോ ആദ്യം വരിക? വയനാട് വരും അല്ലെ. പിന്നെ ഏതാ വരിക? 41 lakhs ആണോ? 31 lakhsന്റെ ആണോ? തൃശ്ശൂര് 30 ആയിരിക്കും വരും. പിന്നെയാണ് എന്ത് വരുന്നത്? മലപ്പുറം വരിക. അങ്ങനെ അപ്പൊ ഫസ്റ്റ് ഇത് വരും, സെക്കൻഡ് ഇത് വരും, തേർഡ് ഇത് വരും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമ്മൾ നോക്കിയില്ലേ അല്ലെ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നത് തന്നെയാണോ? അതെ, കറക്റ്റ് ആണ്. അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ വയനാട് ആദ്യം വരും, തൃശ്ശൂർ രണ്ടാമത് വരും, മലപ്പുറം മൂന്നാമത് വരും. അപ്പൊ നമ്മൾ 1s 10s 100 1000 അതൊക്കെ നമ്മൾ പ്ലേസ് വാല്യൂ കാണാനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. മുൻപത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഡിസ്കസ് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയാലായിട്ട് നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അത് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി അടുത്തത് നോക്കുമ്പോൾ ലുക്ക് അറ്റ് ദി ബാർ ഗ്രാഫ് ഷോയിങ് ദി നമ്പർ ഓഫ് ആക്ടിവിറ്റി ഡൺ ഇൻ എ ക്ലാസ് ഡ്യൂറിങ് എ വീക്ക്. അപ്പോൾ ഒരു വീക്കില് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ഇപ്പോൾ മൺഡേയിൽ എത്ര ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്? 10 ആക്ടിവിറ്റിയാണ് കാണാനുള്ളത്. ട്യൂസ്ഡേയിലോ
ട്യൂസ്ഡേയിൽ നോക്കുമ്പോൾ 10 ആണോ? 10 അല്ല അല്ലേ, ബിറ്റ്വീൻ ആണ്. അപ്പോൾ 13 ആയിരിക്കും വരിക. ഓക്കെ, ഇനി ഇതിൽ നോക്കുമ്പോഴും ഇതും ബിറ്റ്വീൻ ആണ്. 6നും 8നും ബിറ്റ്വീൻ ആയതുകൊണ്ട് ഇത് 7 ആണ്. ഇനി അടുത്തത് 3 ആണ് വരിക അല്ലേ. അടുത്തതോ 5. അങ്ങനെ ഓരോ ഇത്ര എന്തൊക്കെയോ ഒരു ആക്ടിവിറ്റി ഏതൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. എത്രയൊക്കെ ആക്ടിവിറ്റീസ് ഓരോ ദിവസത്തിലും ആ വീക്കിന്റെ കണക്കാണ്. ഇത്ര വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ ഒരു വീക്ക് ആയല്ലോ. ആ വീക്കിൽ എത്ര ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്, ഓരോ ദിവസം എത്ര ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഡേയ്സ് നോക്കൂ, ഏത് ഡേയ്സിലാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളത്? ഏതിലാണ്? കാണുമ്പോൾ തന്നെ നമുക്ക് ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ അറിയാം, ട്യൂസ്ഡേയിലാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ സ്റ്റഡി ചെയ്തതാവാം, പ്ലേ ചെയ്തതാവാം, എന്ത് വേണമെങ്കിലും ആക്ടിവിറ്റി എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ചിൽഡ്രൻ ഡിഡ് ലീസ്റ്റ് നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ഓൺ ഡാഷ്. ഏതിലാ ഏറ്റവും കുറവ് ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളത്? കുറവ് നോക്കുമ്പോൾ തേഴ്സ്ഡേ ആണ് അല്ലെ. അപ്പൊ അതിന്റെ ആൻസർ തേഴ്സ്ഡേ ആണ്. ഇനി അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് ആക്ടിവിറ്റി ഡൺ ബൈ ദി ചിൽഡ്രൻ ഡ്യൂറിംഗ് ദി വീക്ക്. അപ്പോൾ ഒരു വീക്കിലെ കണക്കാണ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. ഓരോ ദിവസവും മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്ന് പറയുന്ന കുറെ ഡേയ്സ് ഉണ്ട്. 5 ഡേയ്സ് ആണുള്ളത്. 5 ഡേയ്സ് ഒരു വീക്കാണ് എടുത്തു. ആ വീക്കിലെ 7 ഡേയ്സ് ഉണ്ട്. ഇതിലിപ്പോൾ 5 ഡേയ്സിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ 5 ഡേയ്സിൽ എത്ര ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഡാറ്റ കൃത്യമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ഡാറ്റ നോക്കുക. അപ്പൊ മൺഡേ എന്ന് പറയുമ്പോൾ 10 തന്നെയാണ്. അപ്പൊ 10 എഴുതി. ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ 13 ആണ്. 13 എഴുതി. അതുപോലെ വെനസ്ഡേ എന്ന് പറയുമ്പോൾ 6ഉം 8നും ബിറ്റ്വീൻ ആയതുകൊണ്ട് 7 ആയിട്ട് എടുത്തു. അടുത്തത് തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ അതും 2നും 4നും ബിറ്റ്വീൻ ആയതുകൊണ്ട് 3 ആയിട്ട് എടുക്കുക. അടുത്തത് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ 5 ആയിട്ട് എടുക്കുക അല്ലെ. 4നും 6നും ബിറ്റ്വീൻ ആയതുകൊണ്ട് 5 എടുക്കാം. അപ്പൊ ഇതൊക്കെ പ്ലസ് ചെയ്യുന്ന സമയത്ത് 10 പ്ലസ് 13 പ്ലസ് 7 പ്ലസ് 3. 7 പ്ലസ് 3 എത്രയാ? 7 പ്ലസ് 3 10 അല്ലേ. അപ്പൊ 10 എന്ന് എഴുതിയാ പോരെ. 10 5 പ്ലസ് ചെയ്യുമ്പോൾ 3 പ്ലസ് 5 8. 1 2 3 3 അല്ലേ. 1 പ്ലസ് 1 2 2 പ്ലസ് 1 3. 38 ആക്ടിവിറ്റീസ് ആണ് മൊത്തമായിട്ട് അവർ ചെയ്തിട്ടുള്ളത് ഒരു വീക്കിൽ. അപ്പൊ നമുക്കും എത്ര വേണമെങ്കിലും ആക്ടിവിറ്റീസ് ഓരോ ഡേയ്സിൽ, ഇപ്പൊ നമ്മൾ മാത്സ് പഠിക്കാം, ഇംഗ്ലീഷ് പഠിക്കാം, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. അതിൽ തന്നെ കുറെ ആക്ടിവിറ്റീസ് ഇന്ന ഡേയ്സ് ആക്ടിവിറ്റീസ് ചെയ്യും. അപ്പൊ നമുക്കും വേണമെന്നുണ്ടെങ്കിൽ ഒരു വീക്കില് കുറെ ആക്ടിവിറ്റീസ് ചെയ്യാം. നമ്മൾ സമയമില്ല എന്ന് പറയുകയാണ് അല്ലേ. മാത്സ് പഠിക്കാനാണെങ്കിൽ മാത്സിൽ കുറച്ച് പ്രോബ്ലംസ്, ഒരു 5 പ്രോബ്ലംസ് ഒക്കെ ഡെയിലി പഠിച്ചാൽ തന്നെ അത് കഴിഞ്ഞു. അത്ര ഈസിയാണ് മാത്സ് ഒക്കെ. മാത്സ് ആയാലും എല്ലാ വിഷയവും അതുപോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും